നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബം തന്നെയാണ് ദിലീപിൻ്റേത്. ഈ കുടുംബത്തിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. മാത്രമല്ല ദിലീപിൻ്റെ മക്കൾ മീനാക്ഷി ദിലീപിൻ്റെയും മഹാലക്ഷ്മി ദിലീപിൻ്റെയും വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ദിലീപും മീനാക്ഷി ദിലീപിൻ്റെയും തന്നെയാണ്. ദിലീപിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ദിലീപ്. പ്രിൻസ് ആൻഡ് ഫാമിലി ആയിരുന്നു ചിത്രം. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ദിലീപ്. ആ ദിലീപിന് വമ്പൻ ഒരു തിരിച്ചുവരവാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ സാധ്യമായത്. മാത്രമല്ല ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഇരുവരുടെയും വേർപിരിയൽ എന്നും വേദനയായിരുന്നു. എന്നാൽ ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ മീനാക്ഷി ദിലീപിനൊപ്പം പോകാനായിരുന്നു ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നത്. അതുമാത്രമല്ല അച്ഛൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള മകളാണ് മീനാക്ഷി. തൻ്റെ കരുത്ത് മീനുട്ടിയാണെന്ന് ദിലീപും പലയിടത്തും തുറന്ന് പറഞ്ഞിട്ടുമുള്ള കാര്യമാണ്. മീനാക്ഷി 14 വയസ്സുള്ളപ്പോഴാണ് ദിലീപും മഞ്ജു വാര്യരും വിവാഹമോചിതരാകുന്നത്. വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനായ ദിലീപിനൊപ്പം പോകാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. മഞ്ജു വാശി പിടിച്ചതുമില്ല. പൂർണ്ണ മനസ്സോടെ അത് സമ്മതിക്കുകയും മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു. മഞ്ജുവിൻ്റെ ജീവൻ തന്നെ മകൾ മീനാക്ഷിയാണ്. അത്രത്തോളം പ്രിയപ്പെട്ട മകളെ മഞ്ജു ദിലീപിന് വിട്ടുകൊടുക്കണമെങ്കിൽ അച്ഛനായ ദിലീപിനെ നടിക്ക് അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടാകണം. പിതാവ് എന്ന നിലയിൽ ദിലീപിന് മഞ്ജുവും 100-ൽ 100 മാർക്കാണ് നൽകിയിട്ടുള്ളത്. പല അഭിമുഖങ്ങളിലും ദിലീപിലെ അച്ഛനെക്കുറിച്ച് മഞ്ജു മനസ്സ് തുറന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് നല്ലൊരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ഇന്നും ദിലീപിനോടൊപ്പം ഉള്ളത്. നല്ലൊരു ഭർത്താവ് ആയതിനു ശേഷം തന്നെയാണ് ഒരു അച്ഛൻ ആകുന്നത്. പിന്നെ പൊരുത്തപ്പെട്ടു പോകാത്തത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. അമ്മയ്ക്ക് അച്ഛനോടുള്ള സ്നേഹമാണ് മക്കൾക്കും അച്ഛനോടുണ്ടാകുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ വിജയാഘോഷത്തിൽ മകൾക്കൊപ്പമാണ് ഇക്കഴിഞ്ഞ ദിവസം ദിലീപ് എത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷം അച്ഛൻ്റെ വിജയത്തിൽ പങ്കെടുക്കാൻ എത്തിയ മകൾ മീനാക്ഷിയെ ദിലീപിൻ്റെ സിനിമയിലെ സഹപ്രവർത്തകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. വേദിയിൽ ഇരുന്ന മകളെ അച്ഛൻ വിളിച്ച് തൻ്റെ അടുത്തേക്ക് നിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ. മാത്രമല്ല മകളെ കംഫർട്ടാക്കുന്ന അച്ഛൻ. വെള്ളം കുടിച്ചോ, വെള്ളം വേണോ, ഇങ്ങ് അടുത്ത് വന്ന് നിൽക്ക് എന്നിങ്ങനെ നീളുന്നു ആ സംഭാഷണങ്ങൾ. പൊതുവെ മീഡിയ കണ്ടാൽ മുഖം തിരിക്കുന്ന മീനാക്ഷി പക്ഷേ ചുറ്റുമുള്ള ക്യാമറ കണ്ണുകളെക്കുറിച്ച് അത്രയും ധാരണ ഉണ്ടായതുകൊണ്ടാകാം അധികം സംസാരമൊന്നുമില്ലായിരുന്നു. ഇരുവരുടെയും സ്നേഹനിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ. അച്ഛൻ്റെ സിനിമകളുടെ വിജയത്തിനായി സോഷ്യൽ മീഡിയ വഴി പോസ്റ്ററുകൾ പങ്കിട്ടുകൊണ്ടും മീനാക്ഷി എത്താറുണ്ട്. മകൾ അച്ഛൻ ബന്ധത്തിൻ്റെ ബോൺ ഏറ്റവും കൂടുതൽ അറിയുന്ന മഞ്ജു വാര്യർ ഇതുകൊണ്ട് തന്നെയാണ് അച്ഛനിൽ നിന്നും മകളെ അകറ്റാഞ്ഞത്. മകൾ അമ്മയെപ്പോലെ എന്ന് ചിലർ വാദിക്കുമ്പോൾ ഒരിക്കലുമല്ല, അച്ഛനെ പോലെ തന്നെയാണ്, ഫോട്ടോ കോപ്പി തന്നെ എന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് പുതുമുഖ സംവിധായകൻ പിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപിന്റെ 150ാമത്തെ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. വമ്പൻ ഹിറ്റായിരുന്ന ചിത്രം കോടികളാണ് വാരിക്കൂട്ടിയത്. അതേസമയം ദിലീപിന്റെ ഏറ്റവും പുത്തൻ ചിത്രമാണ് ബബബ്ബ. വമ്പൻ ബജറ്റിലൊരുങ്ങുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളായുണ്ട്. നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ബബബ്ബയുടെ സംവിധായകൻ. താരദമ്പതികളായ ഫാഹിം സാഫർ, നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥ. ചിത്രത്തിൽ മോഹൻലാൽ അതിഥിവേഷത്തിലെത്തുന്നുണ്ടെന്ന സൂചനയുമുണ്ട്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബബബ്ബ, ഭയം ഭക്തി ബഹുമാനം. ബബബ്ബ എന്ന ദിലീപിന്റെ പുതിയ ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയപ്പോഴെല്ലാം അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് മീനാക്ഷി ദിലീപ് തന്നെയാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലൂടെ മീനാക്ഷി അച്ഛൻ്റെ ഈ ടീസറെല്ലാം ഷെയർ ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ആരാധകരെല്ലാം കൈയടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ദിലീപ് എന്നും തൻ്റെ കുടുംബത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മൂത്ത മകൾ മീനാക്ഷിയെക്കുറിച്ച് അഭിമുഖങ്ങളിൽ വാചാലനാകാറുണ്ട്. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയിലും തനിക്ക് എന്നും താങ്ങും തണലും എല്ലാം ആകുന്നത് മീനുട്ടിയാണെന്നാണ് നടൻ പല അഭിമുഖങ്ങളിലും പലവട്ടം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദിലീപും മീനാക്ഷിയുടെ അമ്മയായ മഞ്ജു വാര്യരും തമ്മിൽ വേർപിരിഞ്ഞപ്പോഴും അച്ഛനൊപ്പം തന്നെ കഴിയാനായിരുന്നു താരപുത്രി അന്ന് തീരുമാനിക്കുന്നത്. അന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ മകളെ ഏൽപ്പിക്കുന്നുവെന്നാണ് മഞ്ജു പറഞ്ഞിരുന്നത് തന്നെ. മീനാക്ഷിക്ക് സിനിമയിൽ അഭിനയിക്കാൻ യാതൊരു പ്ലാനുകളില്ലെങ്കിലും ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ തനിക്ക് കലാവാസനയുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത നൃത്ത വീഡിയോകളിൽ തെളിയിച്ചതാണ്. പിന്നീട് ഒരു അഭിമുഖത്തിൽ നൃത്തത്തിൽ മാത്രമല്ല മീനുട്ടിക്ക് സിനിമകളുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല സെൻസ് ഉണ്ടെന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്. തൻ്റെ അടുക്കൽ എത്തുന്ന ചില സ്ക്രിപ്റ്റുകൾ കാണുമ്പോൾ മകൾ വ്യക്തമായ അഭിപ്രായം പറയാറുണ്ടെന്നും നടൻ വ്യക്തമാക്കി. രസകരമായ കാര്യം ദിലീപിൻ്റെ അടുത്തെത്തുന്ന ഭൂരിഭാഗം സ്ക്രിപ്റ്റുകളും മീനാക്ഷിക്ക് ഇഷ്ടമാവാറില്ല എന്നുള്ളതാണ്. അവൾ സ്ക്രിപ്റ്റ് എടുത്ത് ഒന്ന് മറിച്ച് നോക്കും, അതിൻ്റെ മുന്നിലെ പേജുകളൊക്കെ നോക്കും, എന്നിട്ട് ഒരു ചിരിയോടെ ഇത് എടുക്കുന്നുണ്ടോ, ഇത് ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ
ചോദിക്കും. ദിലീപ് മുൻപ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ചില തിരക്കഥകൾ കാണുമ്പോൾ തന്നെ അതിലൊന്നുമില്ല എന്നും സിനിമയായി വന്നാൽ നന്നാവില്ല എന്നും മീനുട്ടിക്ക് മനസ്സിലാവാറുണ്ടെന്നും താരം പറഞ്ഞു. ചിലർ എന്നെ ഒന്ന് മോഹിപ്പിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിന്റെ കവറൊക്കെ ഡിസൈൻ ചെയ്ത് എൻ്റെ ക്യാരക്ടറൊക്കെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഇവൾ വെറുതെ ഒന്ന് നോക്കിയിട്ട് വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ഇത് കാര്യമില്ലാട്ടോ എന്ന് പറയും. അത് മിക്കവാറും സത്യമായി വരാറുണ്ട്, ദിലീപ് വെളിപ്പെടുത്തി. എന്തായാലും താരത്തിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് മീനാക്ഷി വളരെയധികം സിനിമാ സെൻസ് ഉള്ള ആളാണെന്ന് വ്യക്തമാണ്. എന്നാൽ മകൾ സിനിമയിൽ വരണ്ട, ഡോക്ടറായാൽ മതിയെന്നായിരുന്നു ദിലീപിന്റെ തീരുമാനം. മീനുട്ടി അച്ഛന്റെ ആഗ്രഹം നിറവേറ്റുകയും ചെയ്തു. മുൻപൊരിക്കൽ 3 ഇഡിയറ്റ്സ് എന്ന സിനിമ തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ ദളപതി വിജയ്ക്കൊപ്പം അഭിനയിക്കാൻ ദിലീപിനെ സംവിധായകൻ ശങ്കർ ക്ഷണിച്ചിരുന്നു. ഓമി വൈദ്യ ഹിന്ദിയിൽ അഭിനയിച്ച സൈലൻസർ എന്ന റോൾ ചെയ്യാനായിരുന്നു ക്ഷണം. അത് മകൾ മീനാക്ഷിയെ അറിയിച്ചപ്പോൾ പ്രധാന വേഷത്തിൽ എത്തുന്ന 3 പേരിൽ ഒരാളായിട്ടാണോ അച്ഛൻ എത്തുക എന്നായിരുന്നു താരപുത്രി ചോദിച്ചത്. അല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കോമഡിയൻ ആവാൻ എൻ്റെ അച്ഛൻ പോകണ്ട എന്ന് മകൾ ദിലീപിനോട് പറഞ്ഞു. അങ്ങനെയാണ് താൻ ആ ഓഫർ വേണ്ടെന്ന് വെച്ചതെന്ന് താരം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും മകളുടെ ആഗ്രഹം കണക്കിലെടുത്തെങ്കിലും ദിലീപ് എന്ന നടൻ കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ തയ്യാറാവുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഇന്ന്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ദിലീപ് ചിത്രങ്ങൾക്ക് സംഭവിക്കുന്ന നിലവാര തകർച്ച വേദനിപ്പിക്കുന്നതാണ്. ഒരു നടൻ എന്ന നിലയ്ക്ക് ഇനിയും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ ദിലീപിന് സാധിക്കുമെന്നും അതിന് അദ്ദേഹം തന്റെ സ്ഥിരം ഫോർമുല സിനിമകളിൽ നിന്ന് മാറി ചിന്തിക്കണമെന്നുമാണ് സിനിമാ പ്രേമികളുടെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. മകളുടെയും അച്ഛൻ്റെയും സ്നേഹം നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ ഫാദേഴ്സ് ഡേയിൽ അത് ഒരു തെളിവ് തന്നെയായിരുന്നു. ഫാദേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും എല്ലാം നിറഞ്ഞിരുന്നു ഒരു സമയത്ത്. അന്ന് സെലിബ്രിറ്റികളും സാധാരണക്കാരും എല്ലാം അച്ഛനുമായി ബന്ധപ്പെട്ട ഓർമ്മകളും മനോഹരമായ നിമിഷങ്ങളും ചിത്രങ്ങളും എല്ലാം പങ്കിട്ടെത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈകിയെങ്കിലും ഫാദേഴ്സ് ഡേയിൽ അച്ഛൻ ദിലീപിന് ആശംസകളുമായി മീനാക്ഷിയും എത്തിയിരുന്നു. അച്ഛനൊപ്പമുള്ള കുട്ടിക്കാല ചിത്രമാണ് ഫാദേഴ്സ് ഡേയിൽ മീനാക്ഷി പങ്കുവച്ചിരുന്നത്. ഹൗസ് ബോട്ടിൽ അച്ഛനോട് ചേർന്ന് നിന്ന് കായൽ കാഴ്ചകൾ ആസ്വദിക്കുന്ന ഒരു കുട്ടി മീനാക്ഷി അതിൽ കാണാം. മീനാക്ഷി 5 or 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പകർത്തിയ ഒരു ചിത്രം എന്നത് അത് വ്യക്തമായിരുന്നു. 2 സൈഡിലും പോണിറ്റെയിൽ സ്റ്റൈൽ മുടി കെട്ടി മോഡേൺ ലുക്കിലാണ് മീനാക്ഷി എത്തിയത്. വയലറ്റ് നിറത്തിലുള്ള ഷർട്ടും പാൻറ്റുമാണ് ദിലീപിന്റെ വേഷം. തന്റെ ലോകം തന്നെ അച്ഛനാണെന്നാണ് മീനാക്ഷി ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചത്. കൂടാതെ ചുവന്ന ഹാർട്ടിന്റെ ഇമോജിയും താരപുത്രി അച്ഛനോടുള്ള സ്നേഹം അറിയിച്ച് ഫോട്ടോയ്ക്കൊപ്പം ചേർത്തിട്ടുണ്ട്. അതേസമയം അമ്മ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ദിലീപിനോടുള്ള സ്നേഹം കണ്ടിട്ടാകും മീനാക്ഷിക്കും അച്ഛൻ ഇത്രയേറെ പ്രിയപ്പെട്ടതായതെന്നിങ്ങനെ ദിലീപിന്റെയും മീനാക്ഷിയുടെയും ചിത്രങ്ങൾക്ക് വന്ന കമന്റുകളിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. വിവാഹമോചിതയായ ശേഷം ഒരിടത്ത് പോലും മഞ്ജു മകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ മകളെ മഞ്ജു സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുകയും മീനാക്ഷി പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾക്കും വീഡിയോകൾക്കും എല്ലാം സ്നേഹം അറിയിച്ചെത്താറുമുണ്ട്. ദിലീപുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷവും സിംഗിൾ ലൈഫാണ് മഞ്ജുവിന് ഇപ്പോഴും ഉള്ളത്. ദിലീപിന്റെ ജീവിതത്തിലേക്ക് പിന്നീട് കാവ്യ വന്നെങ്കിലും ഇരുവർക്കും മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ഉണ്ടെങ്കിലും മഞ്ജു മറ്റൊരു ജീവിതത്തിലേക്ക് പോയില്ല. ഉർവശിയും മകൾ കുഞ്ഞാറ്റയും എല്ലാം ഒന്നിച്ചതുപോലെ മഞ്ജുവുമായുള്ള ഒരു മീനാക്ഷിയുടെ റീയൂണിയൻ കാണാനാണ് പ്രേക്ഷകർ ഇന്നും കാത്തിരിക്കുന്നത്. അത് എന്തെങ്കിലും സാധ്യമാകും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. മെഡിസിൻ പൂർത്തിയാക്കിയ മീനാക്ഷി ആസ്റ്ററിൽ ജോലി ചെയ്തു വരികയാണ്. ഇടയ്ക്ക് മോഡലിംഗും ഡാൻസും എല്ലാം ചെയ്യാറുണ്ട്. മഞ്ജുവിന്റെ നൃത്തത്തോടുള്ള പ്രിയം അതേപടി മീനാക്ഷിക്കും പകർന്നു കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചെന്നൈയിലാണ് ദിലീപ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കുടുംബസമേതം സെറ്റിലായിരിക്കുന്നത്. അമ്മയ്ക്കൊപ്പമാണ് മഞ്ജുവാരുടെ താമസം. മീനാക്ഷി സിനിമയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ട്. അതേസമയം തന്നെ മീനാക്ഷി ദിലീപ് വളരെ സുന്ദരിയാണ്. ഡോക്ടറാണെങ്കിലും മെഡിക്കൽ പഠനം പൂർത്തിയായതും മീനാക്ഷി ആദ്യം കാണാൻ കഴിഞ്ഞത് മോഡലിംഗ് രംഗത്തായിരുന്നു. കാവ്യ മാധവന്റെ ലക്ഷ്യയുടെ മോഡലാണ് മീനുട്ടി എന്ന ഓമനപ്പേരിൽ വിളിക്കപ്പെടുന്ന മീനാക്ഷി ദിലീപ് തുടക്കമിട്ടത് തന്നെ. അനുജത്തി മഹാലക്ഷ്മി എന്ന മാമാട്ടിയും ചേച്ചിയുടെ വിരലിൽ തൂങ്ങി കുഞ്ഞു മോഡലായിരുന്നു. ഇടയ്ക്കിടെ ചില ചിത്രങ്ങളുമായി മീനാക്ഷി ദിലീപ് ഇൻസ്റ്റാഗ്രാം ഫാമിലിയോട് ഒരു ഹായും പറയാറുണ്ട്. പുതുവർഷ ദിനത്തിലും മീനാക്ഷി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയെത്തിയിരുന്നു. അതിനു മുൻപ് കഴിഞ്ഞ വർഷം നവംബറിലാണ് മീനാക്ഷി തന്റെ ചില ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. MBBS പഠനം പൂർത്തിയാക്കിയ മീനാക്ഷിക്ക് താല്പര്യം ഡെർമറ്റോളജിയിലാണെന്ന് അച്ഛൻ ദിലീപ് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇതിൽ ഉപരിപഠനം നടത്താൻ ആരംഭിച്ചോ അതോ അടുത്ത കോഴ്സിനായി മീനാക്ഷി വെയിറ്റ് ചെയ്യുകയാണോ തുടങ്ങിയ വിവരങ്ങൾ ഏതും പുറത്തു വന്നിട്ടില്ല. ബിരുദം നേടിയ ശേഷം വന്നു ചേർന്നത് മുഴുവൻ മീനാക്ഷി മോഡലായി പോസ്റ്റ് ചെയ്യുന്ന ഒരു പിടി ചിത്രങ്ങൾ മാത്രമായിരുന്നു. ഡോക്ടർ മീനാക്ഷി പഠനം ബിരുദം സ്വീകരിക്കുന്ന നിമിഷത്തിന് സാക്ഷിയാവാൻ ദിലീപും കാവ്യമാധവനും കൂടിയാണ് ചെന്നൈയിൽ കോളേജിൽ എത്തിയത് തന്നെ. മീനാക്ഷിയുടെ ഇരുവശത്തുമായി നിൽക്കുന്ന ദിലീപും കാവ്യയുമായിരുന്നു ചിത്രങ്ങളിൽ. 1ാം ക്ലാസ്സുകാരിയായി മാമാട്ടിക്കും മാതൃകയായി ഇനി ചേച്ചി മീനുട്ടിയെ ചൂണ്ടിക്കാണിക്കാം. പഠനശേഷമുള്ള സമയം മീനാക്ഷി ക്യാമറയ്ക്ക് മുന്നിൽ വിനിയോഗിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. ദിലീപ് കുടുംബത്തിന്റെ സ്ഥിരം മേക്കപ്പ് മാനായി പ്രവർത്തിക്കുന്നതിലാണ് ഉണ്ണി PS. മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കാവ്യമാധവന്റെ പേജിലും വന്നു ചേരുന്ന അവരുടെ ചിത്രങ്ങൾ പലതിലും മേക്കപ്പ് ചെയ്യുന്നത് ഉണ്ണിയാണ്.
സെലിബ്രിറ്റികളെ മാത്രമല്ല ചില വിവാഹങ്ങളിലും ഉണ്ണിയുടെ കരവിരുതിൻ്റെ ഒരു മാസ്മരികത കണ്ടു മനസ്സിലാക്കാം. ആരെയാണോ മേക്കപ്പ് ചെയ്യുക അവരുടെ മുഖത്തിന്റെ സ്വാഭാവികത കൂടി കണക്കിലെടുത്തുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ ഉണ്ണി ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ താരപുത്രിയായി മീനാക്ഷി ദിലീപിന്റെ മുഖത്ത് തന്റെ മേക്കപ്പ് ബ്രഷ് ഓടിക്കുമ്പോൾ ഉണ്ണി ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മീനുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഉണ്ണി പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും വൈറലായി മാറാറുണ്ട്. അതീവ സുന്ദരിയാണ്, അമ്മയെ പോലെ തന്നെ അതീവ സുന്ദരിയാണ് മീനാക്ഷി. മീനാക്ഷി സിനിമയിൽ എത്തുമെന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്.